മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർക്കോ ഹീറോ കൈകൊട്ടി പാടാൻ വരവേറ്റിടാം, വരവെതിരേറ്റിടാം. ആചാര കതിര മുഴക്കിടാം, ഇപ്പോ ഇപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരെ, കഥയറിയാത്തവരെ. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർക്കോ ഹീറോ കൈകൊട്ടി പാടാം, വരവേറ്റിടാം, വരവെതിരേറ്റിടാം. ആചാര കതിര മുഴക്കിടാം, അപ്പോ ഇപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരെ, കഥയറിയാത്തവരെ. പാട്ട് കേട്ടപ്പോ തന്നെ മനസ്സിലായി കാണും. കഥ അറിയാത്തവർക്ക് വേണ്ടി ഗോഡ് ഫാദറിന്റെ കഥാവിശേഷം സാർ പറയണം. ഗോഡ് ഫാദറിന്റെ കഥ അറിയാൻ താല്പര്യമുണ്ട്. ഗോഡ് ഫാദറിലെ മായൻകുട്ടിയുടെ വേഷം സിദ്ദിഖ് ലാൽ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് മായൻകുട്ടിയും അപ്പുക്കുട്ടനുമായിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നാണ്. അപ്പോൾ സിദ്ദിഖും ലാലും പറഞ്ഞു, മായൻകുട്ടി എന്ന് പറഞ്ഞാൽ സിൻസിയറിറ്റിയുടെ പീക്കാണ്, വളരെ നിഷ്കളങ്കനാണ്. മണ്ടത്തരം അപ്പുക്കുട്ടൻ്റെ അത്ര ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നാൽ അപ്പുക്കുട്ടൻ്റെ അത്ര ഇല്ല. ഇവൻ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പുക്കുട്ടനെ സംബന്ധിച്ചിടത്തോളം ബെല്ലും ബ്രേക്കും ഒന്നുമില്ല. ഫ്രണ്ട്ഷിപ്പിൽ അപ്പുക്കുട്ടൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അപ്പുക്കുട്ടൻ്റെ വേറെ ചില ഷെയ്ഡ്സ് മായൻകുട്ടിയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം വന്നപ്പോൾ ഈ അപ്പുക്കുട്ടൻ്റെ അതേ രീതിയിലുള്ള പെർഫോമൻസ് വരുത്താൻ പാടില്ല. എന്നാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു ലോ കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു ഭാവങ്ങളെല്ലാം വരണം. അതാണ് ഈ പിരിവൊക്കെ, ഈ ഡയറിയൊക്കെ പോക്കറ്റ് വെച്ച് മേഴ്സി, ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പിരിവൊക്കെ എടുക്കുന്നതും, ഈ കനകയുടെ ക്യാരക്ടർ മന്ത്രി വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഹോസ്റ്റലിൽ വരുന്ന എണ്ണയും തേച്ച് ഞാൻ നിൽക്കുമ്പോൾ ഹോസ്റ്റലിൽ വരുന്ന ഗോഡ് ഫാദർ എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം മായൻകുട്ടിയുടെ ആ ക്യാരക്ടർ. അതിൽ ഒരുപാട് നല്ല തമാശകളുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് ആയിട്ട് വന്ന് ചോദിക്കുമല്ലോ, നീ എന്തിനാ പഠിക്കണേ? ഞാൻ ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ച നീയൊക്കെ എന്തിനാ പഠിക്കണേന്ന്. അയ്യോ, ഇന്നും അതൊരു ക്ലാസ് ഹ്യൂമറിൻ്റെ പട്ടികപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആ ഹ്യൂമറിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് മാവിൻ്റെ മണ്ടയിൽ നിന്ന് ഞാൻ വീഴുന്നത്. മറ്റേ രാത്രിയിൽ മാലുവിനെ കാണാനായിട്ട് രാമഭദ്രൻ പോകുന്ന സീനിൽ ഞാനിവിടെ വരുന്നു, പട്ടിയെ പേടിച്ച് ഞാൻ മരത്തിൻ്റെ മണ്ടയിൽ കയറുന്നു. മരത്തിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്നു, മാവിൽ നിന്ന് കൊമ്പ് പൊട്ടി ഞാൻ താഴെ വീഴുന്നു എന്നുള്ളതാണ് സീൻ. അപ്പോൾ കമ്പി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള കമ്പിയൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കമ്പി ഇവർ റിലീസ് ചെയ്യുമ്പം അത് സ്പീഡിൽ വരുമ്പം ഇങ്ങനെ വന്ന് വീഴണം. പക്ഷേ കമ്പി പൊട്ടി ഞാൻ താഴെ വീഴുന്നു. ഹോൾ ആയിട്ടുള്ള യൂണിറ്റ് എല്ലാവരും ഓടി വരുന്നു. ടെൻഷൻ, 100% ടെൻഷൻ. ഞാനങ്ങ് വീഴുന്നു. അയ്യോ എന്ന് വിളിച്ചിട്ട് സിദ്ദിഖ്, ലാല്, ക്യാമറാമാൻ വേണു, ആ ലൊക്കേഷൻ ഉണ്ടായിരുന്ന എല്ലാവരും, മുകേഷ്, എല്ലാവരും കൂടെ വരുന്നു, കനക, എല്ലാവരും കൂടെ വരുന്നു. നോക്കിയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കണ്ണടഞ്ഞിരിക്കുകയാണ്. അതും കൂടെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു. അയ്യോ ജഗദീഷ് എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എല്ലാവരും ചുറ്റിലുമുണ്ട്. ഭാഗ്യത്തിന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ കമ്പി പൊട്ടി. അതൊരു ഫാക്റ്റാണ്. ഈ കമ്പി പൊട്ടിയത് ഈ ഫോളിൻ്റെ പകുതി ഹൈറ്റിന് ശേഷമാണ് കമ്പി പൊട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ആപത്തൊന്നും വരാത്തത്. അതല്ല മുകളിൽ വെച്ച് തന്നെ പൊട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇതേപോലെ സംസാരിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവില്ല. സാറേ, ഇത് ഈ സീൻ എടുത്തത് കോഴിക്കോടല്ലേ? ആഴ്ചവട്ടത്ത് നമ്മളുണ്ട് അവിടെ ഷൂട്ടിംഗ് കാണാൻ. അതാണ് നേര് നമ്മളെ ഗേറ്റിൽ അവിടെ തടഞ്ഞു വെച്ച്. അല്ല, ഉള്ളോട്ട് വിട്ടില്ല. സത്യം, നമ്മക്ക് അന്ന് സാറിനൊക്കെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. ഇന്നിപ്പോ ഈ കൺട്രോളർ പണി കിട്ടിയതിനെ കൊണ്ടല്ലേ നിങ്ങളെ അടുത്തൊക്കെ ഇങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റണല്ലേ? അതാണ്. അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫിലോമിന ചേച്ചി, ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന് പറയുന്നില്ലേ. ഉണ്ടക്കണ്ണ്, കള്ളലക്ഷണം, അതൊക്കെ ഫിലോമിന ചേച്ചിയുടെ ആ ക്യാരക്ടർ ആനപ്പാറയിൽ അച്ചാമ്മ പറഞ്ഞ സംഭവമാണ്. അത് പിന്നീട് പല സ്ഥലങ്ങളിലും പല സ്കിറ്റുകളിലും ഒക്കെ തന്നെ എൻ്റെ ഉണ്ടക്കണ്ണിനെ കുറിച്ച്. ഉണ്ടക്കണ്ണുണ്ടോ എനിക്ക്? ഉണ്ടക്കണ്ണ്. കള്ളലക്ഷണം ഉണ്ടോ? കാണുമായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഫിലോമിന ചേച്ചി പറയില്ല, ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാണോ? അല്ല, പിന്നെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരുന്നു. അതെ, കുസൃതി ഉണ്ട്. കുസൃതി ആയിരിക്കാം ചിലപ്പോൾ കള്ളലക്ഷണം എന്ന് ഫിലോമിന ചേച്ചി ക്യാരക്ടർ അച്ചാമ്മ പറയുന്നത്. അപ്പൊ എന്നമ്പിള്ള സാറുമായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. എന്നമ്പിള്ള സാർ പറയണോ, പിന്നെ കയറി വരാൻ പറയണോ, കയറി വാ എന്നൊക്കെ പറയില്ലേ. സെറ്റപ്പായ കഥാപാത്രമല്ല, അത് വല്ലാത്തൊരു വേറൊരാളെ നമുക്ക് ചിന്തിക്കാൻ കഴിയും ഗോഡ് ഫാദർ ആയിട്ട്. എന്നമ്പിള്ള സാറിനെ അല്ലാതെ ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്ക് വേറെ ഈ നമ്മുടെ ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ ഒരു എന്താ പറയുക തീം മ്യൂസിക് പോലെ. ഹരിഹർ നഗറിൽ നമ്മുടെ കുസൃതി രംഗങ്ങൾക്കെല്ലാം ഒരു മ്യൂസിക് ഉണ്ട്. എങ്ങനെ തിയേറ്ററിൽ തന്നെ ഒരു കിടിലം തുടക്കം തന്നെ അല്ലേ, ഒരു രോമാഞ്ചം വരുന്നില്ലേ? അപ്പോൾ ഗോഡ് ഫാദറിൽ വരുന്നുണ്ട്.
രോമാഞ്ചം കണ്ടോ? രോമാഞ്ചം എന്ന് പറയുമ്പോ കുഴപ്പമാവോ? അത് സാരമില്ല, പൊക്കോളും. എന്ത് രസമല്ലേ. കുഴപ്പമാവൂടി. കുഴപ്പമാവോ? അത് സാരമില്ല, ഇപ്പൊ പൊക്കോളും. കണ്ടോ രോമാഞ്ചം? ഗോഡ് ഫാദറിന്റെ തീം മ്യൂസിക് ഞാൻ മറക്കണമല്ലേ, മറക്കണമല്ലേ. ഒരു മ്യൂസിക് കേൾക്കുമ്പോ തന്നെ ഒരു പടത്തിന്റെ ഫീലിംഗ് നമുക്ക് കിട്ടുകയാണല്ലേ. സത്യം. ഇതാണ് ആ പടത്തിന്റെയൊക്കെ കഴിവ്. ഹരിഹർ നഗറിന്റെ മ്യൂസിക് കേൾക്കുമ്പോൾ ഹരിഹർ നഗർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫീലിംഗ്. ഗോഡ് ഫാദറിൽ ഇപ്പൊ എൻ.എം. സാറ് നമ്മുടെ മനസ്സിലെ ഓടിയെത്തുന്നു. എൻ.എം. സാറ് വന്ന് ടവറിങ് പേഴ്സണാലിറ്റി ആയിട്ട് എന്താ ഞാൻ മറക്കണമല്ലേ. സാർ അവര് മത്സരിച്ച് അഭിനയിക്കുന്നത് എന്നും പിള്ളയും പിന്നെ ഫിലോമിനി ചേച്ചിയും ഒയ്യോ അല്ല കട്ടയ്ക്ക് കട്ടാന്ന് പറയില്ലേ, അത് തന്നെയാണ് ഫിലോമിനി ചേച്ചിയും ഇവിടെ തന്നെ. ഒരു സീന് പോലും നമുക്ക് ഇതാൻ പറ്റും. ശങ്കരാടി സാറിന് കൈ ഇങ്ങനെ വെച്ചിട്ട് സിഗരറ്റ് വലിപ്പിക്കുന്നു. ക്ലാസ് കയറുന്ന സാധനം. സാർ അത് മറ്റേ സാറിന്റെ കലാഭവനിലെ മിംസ് പരേഡിന്റെ കലാഭവനിലെ സിദ്ദിഖും ലാലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ നെടുമുടി വേണുവും ഫാസിലും അവര് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതേ അത് അതിനുശേഷം പിന്നെ സിദ്ദിഖ് ലാൽമാരെ അവതരിപ്പിച്ചു. സിനിമയിൽ അവർ ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ട് ആ സിറ്റുവേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് അല്ലേ. കറക്റ്റ്, ആ സിറ്റുവേഷൻ കറക്റ്റ് ആയിരുന്നു. അസാധ്യമായിട്ടുള്ള സിറ്റുവേഷൻ. പിന്നെ അതിനനുസരിച്ച് പിന്നെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഈ പൂക്കാലം വന്നു പൂക്കാലം സീൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ജ്യൂസ് മയക്കുമരുന്ന് കലക്കിയിട്ട് അവസാനം ഞാൻ തന്നെ കുടിച്ച് കസേര പറഞ്ഞിട്ടാണ്. അത് റിയൽ വീഴ്ചയാണ് കേട്ടോ. ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയിട്ടില്ല. അല്ല പുല്ലൊക്കെ ഉണ്ട്, അത് കാണാം. അത് ഹോട്ടൽ മഹാറാണിയിൽ വെച്ചാണ് എടുത്തത്. മറിഞ്ഞങ്ങോട്ട്